ഹലോ. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കമൻറ്റ്സ് കണ്ടപ്പം കുറച്ച് പേർക്ക് ഇൻകം ടാക്സിനെ പറ്റിയിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. സോ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നവർ ഒട്ടും തന്നെ പേടിക്കേണ്ട. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താൻ പോവുകയാണ്. ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വി ക്യാൻ ബിൽഡ് വണ്ടർഫുൾ തിങ്സ്. അപ്പം ഇന്ന് നമുക്ക് ഇൻകം ടാക്സ് എന്ന മഹാസാഗരത്തിൻ്റെ അതിൽ പോയി നീന്തി കുളിക്കാനൊന്നും എന്തായാലും പറ്റില്ല, കാരണം വലിയൊരു ടോപ്പിക്കാണ്, ഒരു വീഡിയോ കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ നമുക്കൊന്ന് ആ മഹാസാഗരത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം, ഒരു ബീച്ച് വ്യൂ. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദാറ്റ് ഈസ് മൈ എൻകറേജ്മെൻറ്റ് ടു ക്രിയേറ്റ് മോർ വീഡിയോസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പൗരന്മാർ ഗവൺമെൻറ് ടാക്സ് കൊടുക്കണം. ആ കൊടുത്ത ടാക്സ് യൂസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്ട്സും ഒരുപാട് സേവനങ്ങളും ചെയ്തു തരുന്നത്. നമുക്ക് ചുറ്റും ഈ ഗവൺമെൻറ്റിൻ്റെ പേരിൽ കാണുന്ന പല കാര്യങ്ങളും, അതായത് ഈ ഗവൺമെൻറ് സ്കൂൾസ്, ഗവൺമെൻറ് ഹോസ്പിറ്റല്, റോഡ്, ബ്രിഡ്ജ്, ഗവൺമെൻറ് പാർക്ക്, KSRTC ബസ്, ഇതൊക്കെ നമ്മളുടെ കാശ് കൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ, ഗവൺമെൻറ്റിൻ്റെതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതൊന്നും ഗൗനിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ടാക്സ് കൊടുത്ത പൈസനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ്റിനെക്കാളും ഇതൊക്കെ സംരക്ഷിക്കാനുള്ള കടമയും അവകാശവും നമ്മൾക്കാണ്. ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻകം ടാക്സ്? ഗവൺമെൻറ് പല രീതിയിൽ നമ്മളെടുത്ത് നിന്ന് ടാക്സ് പിടിക്കും. അതിൽ ഒന്നാണ് ഈ ഇൻകം ടാക്സ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ഒരു ഷെയർ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. അതാണ് ഈ ഇൻകം ടാക്സ്. എന്തൊക്കെയാണ് ഈ വരുമാനം? അതിപ്പോൾ നിങ്ങളുടെ സാലറി ആവാം, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വാടക കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റ് ആകാം. അങ്ങനെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം, അല്ലേ? അങ്ങനെ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ത്യയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വരുമാനങ്ങളെയൊക്കെ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഷയിൽ ഇൻകം ഹെഡ് അല്ലെങ്കിൽ ഇൻകം സോഴ്സ് എന്നൊക്കെ പറയും. ഏതൊക്കെയാണ് ഈ 5 ഇൻകം ഹെഡ്സ് എന്നറിയോ? ഒന്ന്, ഇൻകം ഫ്രം സാലറി. എന്തായിരിക്കും? നിങ്ങൾക്ക് സാലറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതൊക്കെ ഈ ഒരു ഹെഡിൽ വരും. പിന്നെന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതായത് നിങ്ങളിപ്പോൾ ഒരു വീട് വാടക കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് കെട്ടി അത് വാടക കൊടുത്തോ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഇൻകം ഹെഡിലാണ് വരിക. 3, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടാക്സേഷനിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിനൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? അതായത് അതിൽ കിട്ടുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ ഒരു വീടോ കാറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, അതൊക്കെ 3ാമത്തെ ഇൻകം ഹെഡിലാണ് വരിക. ഇനി 4ാമത്തത് ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. അതായത് ബിസിനസ്സുകാർക്ക് അവർക്കൊരു വരുമാനം കിട്ടുമല്ലോ, അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്. ആരൊക്കെയാണ് ഈ പ്രൊഫഷണൽസ്? എക്സാമ്പിൾ ഡോക്ടേഴ്സ് വരാം, ആക്ടേഴ്സ് വരാം, സിംഗേഴ്സ് വരാം, പിന്നെ ലോയേഴ്സ്. അങ്ങനെ അതായത് അവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് സാലറി അല്ലാണ്ട് അവർക്കൊരു പേഴ്സണൽ ഫീസ് ആയിരിക്കുമല്ലോ ഈ ഡോക്ടേഴ്സും ആക്ടേഴ്സും അവർക്കൊക്കെ. അങ്ങനെ കുറേ ആൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ 4ാമത്തെ ഇൻകം ഹെഡിലാണ് വരുന്നത്. ഇനി ഈ 4ലും പെടാത്ത എല്ലാ കാര്യങ്ങളും ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5ാമത്തെ കാറ്റഗറി ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, നമ്മൾ ഈ ബാങ്കിൽ FD ഇട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, പലിശയായിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത്. പിന്നെ FDയോ RDയോ പോസ്റ്റ് ഓഫീസോ അങ്ങനെയെല്ലാം. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ നെക്സ്റ്റ് സീസൺ ഇപ്പോൾ വരികയല്ലേ, അപ്പോൾ അതിലൊക്കെ പോയി നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 5 ഇൻകം ഹെഡ്സ് ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാക്സ് അടക്കണം എന്നതൊരു റൂളാണ്. അപ്പം അവിടെ റെഗുലേഷൻസ് വരും, അല്ലേ? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 1ാമത്തെ കാര്യം, ഇതിൽ ഏത് ഇൻകം സോഴ്സിൽ നിന്നോ, അതിപ്പോൾ ഒരെണ്ണാവാം അല്ല 2-3 ഇൻകം സോഴ്സിൽ നിന്നാവാം, നിങ്ങൾക്ക് മൊത്തത്തിൽ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് തരണ്ട. അതായിരുന്നു ഇവർ ആദ്യം പറഞ്ഞൊരു കാര്യം.
പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂൾസൊക്കെ ഉണ്ടല്ലോ, അത് ഓരോ വർഷവും ചിലപ്പോൾ മാറിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം നിലവിലുള്ള പ്രകാരം 2.5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആൾക്കാർ ഇൻകം ടാക്സ് കൊടുക്കേണ്ട. ഇനി എനിക്കൊരു 5 ലക്ഷമാണ് വാർഷിക വരുമാനം, എൻ്റെ സുഹൃത്തിന് 10 ലക്ഷം വാർഷിക വരുമാനം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് 1 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് തരണം. അത് ശരിയാണോ? 5 ലക്ഷം രൂപ കിട്ടുന്ന ഞാനും 10 ലക്ഷം രൂപ കിട്ടുന്ന എൻ്റെ സുഹൃത്തും ഒരുപോലെ ടാക്സ് അടക്കുന്നത് ശരിക്കും ന്യായമാണോ? അല്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇൻകം അനുസരിച്ചിട്ട് ടാക്സ് തരണം. അങ്ങനെ അവർ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ടാക്സും കൂടും. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നോർമൽ സിറ്റിസൻ്റെ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് ആണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല മനുഷ്യരാണ്. അവർ പറഞ്ഞു, വയസ്സായ ആൾക്കാർ, അതായത് സീനിയർ സിറ്റിസൺ, അതുപോലെ സൂപ്പർ സീനിയർ സിറ്റിസൺ, അതായത് 80 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ, അവർ ഈ നോർമൽ സിറ്റിസൻ്റെ അത്ര പൈസ ടാക്സ് ആയിട്ട് തരണ്ട. അവർക്ക് അതുകൊണ്ട് അവർ വേറൊരു സ്ലാബ് റേറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സ്ലാബ് റേറ്റ് അനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് കൊടുക്കണം. ഇനി 3, സംഭവം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം, ശരിയാണ്. പക്ഷേ സത്യസന്ധമായ കാര്യം, നമുക്കെല്ലാവർക്കും നമ്മുടെ വരുമാനത്തിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം നമുക്ക് വരുമാനം മാത്രമല്ല, നമുക്ക് അതിനനുസരിച്ച് ചിലവുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന പൈസക്ക് മൊത്തം ടാക്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, ശരി, നിങ്ങൾ ചിലവാക്കും തോറും ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ടാക്സ് എമൗണ്ട് കുറച്ച് തരാം. അതായത് നിങ്ങളിപ്പോൾ ലൈഫ് ഇൻഷുറൻസിന് നിങ്ങൾ പൈസ ചിലവാക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിന് പൈസ ചിലവാക്കുന്നു, ഹോം ലോണിന് പൈസ ചിലവാക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് കുറച്ച് കിട്ടും. ഇതൊക്കെ ടാക്സ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല കാറ്റഗറിയിൽ നമുക്ക് ഡിഡക്ഷൻസ് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മഹാസാഗരമാണ്. നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നിട്ടുള്ളത്? ഈ ഒരു സാഗരം ഒന്ന് കണ്ടിട്ട് വരാനാണ്, അല്ലേ? ബീച്ച് വ്യൂ. ഇനി അടുത്ത കാര്യം, വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ആൾക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നിയമപ്രകാരം ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്തിരിക്കണം. ITR ഫയലിംഗ് എന്നാണ് നമ്മൾ അതിനെ ചുരുക്കി പറയുക. ITR ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഇനി അടുത്തത് 5ാമത്തെ കാര്യം, ഇൻകം ടാക്സ് കൃത്യമായിട്ട് പിടിക്കുക എന്നതാണ് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ 5 ഇൻകം സോഴ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടാക്സ് വെട്ടിക്കാനുള്ള ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ 4ാമത്തെ ഇൻകം ഹെഡിലാണ്, അതായത് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. കാരണം അവിടെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ കുറച്ച് കൂടുതൽ നടക്കുന്നത്. പലപ്പോഴും പ്രൊഫഷണൽസിനൊക്കെ അവർക്ക് അവരുടെ ഫീസ്, അതായത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കയ്യിലാണ് കിട്ടുക, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ തന്നെ ചെയ്യണം എന്നുള്ള നിയമമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പൈസയൊക്കെ അവർക്ക് കയ്യിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ട്രേസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം അവർക്ക് ആ ഇൻകം ഒക്കെ വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, ഇൻകം ടാക്സിനെ കാണിക്കാണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത ആ ഇൻകത്തിന് അവർക്ക് ടാക്സും കൊടുക്കേണ്ടി വരില്ല. അപ്പം ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് ഓഡിറ്റ് എന്നൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വഴി നമ്മളുടെ ഈ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആ ഹെഡിൽ വരുന്ന ആൾക്കാരുടെ കണക്കൊക്കെ വെരിഫൈ ചെയ്ത് അതിലൊരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലയെന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സർട്ടിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടാക്സ് വെട്ടിക്കാൻ കൂടുതൽ ചാൻസ് ആ ഇൻകം ഹെഡിലായതുകൊണ്ട് ആ ഇൻകം ഹെഡിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ടാക്സ് ഓഡിറ്റ് ബാധകമുള്ളൂ. ബാക്കിയുള്ള ഇൻകം സോഴ്സുള്ള ആൾക്കാർക്ക് ടാക്സ് വെട്ടിക്കാൻ കുറച്ച് പ്രയാസമാണ്. സാലറി വാങ്ങുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾക്കൊക്കെ സാലറി കിട്ടുന്നത് എങ്ങനെയാണ്? ഓൾറെഡി ടാക്സ് പിടിച്ചതിന് ശേഷമാണ് നമ്മളുടെ എംപ്ലോയർ നമ്മൾക്ക് സാലറി തരാറ്, അല്ലേ? അതേപോലെ ഒരു കാര്യം കൂടി ഓർക്കുക, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഹെഡിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ല. ചില കണ്ടീഷൻസ് മെറ്റ് ചെയ്താൽ മാത്രമേ ഇവർ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ടാക്സേഷൻ ഫോർ ട്രേഡേഴ്സ് എന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡേഴ്സിൻ്റെ ഇൻകം ബിസിനസ് ഇൻകം ആയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവർ ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ ഇൻകം ഹെഡിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ടാക്സ് ഓഡിറ്റ് ഒക്കെ വരുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടാക്സ് ഓഡിറ്റ് കാര്യങ്ങൾ ഒക്കെ ആ ഇൻകം ഹെഡിൽ വരുന്ന എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ബിസിനസ്സോ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ഇൻകം ഉള്ള ആൾക്കാർക്കും അതൊക്കെ ബാധകമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ITR ഫയലിംഗ്. ITR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ഫോംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ITR ഫയൽ ചെയ്യേണ്ടത്. അത് നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ,
എല്ലാ വർഷവും ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ITR ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ ഈ 5 ഇൻകം ഹെഡ് ഇല്ലേ, ആ ഇൻകം ഹെഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഫോമാണ് ITR ഫയൽ ചെയ്യാൻ വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ITR1, ITR2, 3, 4 എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം എന്തിനാണ് ഇങ്ങനെ പല ഫോംസ്? കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബിസിനസ്സുകാരന് ഇപ്പോൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത്, അയാളുടെ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ അവർക്ക് ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. പക്ഷെ ഒരു സാലറി വാങ്ങുന്ന ആൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് അവരുടെ ടാക്സ് ഫോംസ് കുറച്ചും കൂടി സിമ്പിളായിരിക്കും ബിസിനസ്സുകാരെ അപേക്ഷിച്ച്. അങ്ങനെ എല്ലാവർക്കും ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല ഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ മനസ്സിലാക്കാം, ഒരാൾക്ക് ഒരു ITR ഫോം വെച്ചേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലർക്ക് തോന്നാം എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, എനിക്ക് സാലറി ഉണ്ട്, അപ്പോൾ ഞാൻ 2 ഫോമിൽ ഫില്ല് ചെയ്യണം. അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് സാലറിയും ഉണ്ട് എങ്കിൽ എക്സ്ട്രാ വന്നത് ഏതാണ്? ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ITR2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർ ITR2 പോയി ഫയൽ ചെയ്യുക. ആ ITR2 നിങ്ങൾക്ക് സാലറീൻ്റെ ഡീറ്റെയിൽസും ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ്റെ ഡീറ്റെയിൽസും കൂടി ഫില്ല് ചെയ്യാനുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു ബീച്ച് വ്യൂ ഏകദേശം നമ്മളൊന്ന് കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ബീച്ച് വ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ കടലിലോട്ട് ഇറങ്ങി ഒന്ന് കാല് നനയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് വീണ്ടും ഇൻകം ടാക്സിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇതൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നിങ്ങളൊക്കെ ടാക്സ് കൊടുക്കുന്ന പൗരന്മാരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.